ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദീസ് ആൻഡ് നിധീസ് വേൾഡ്. നമുക്കിന്നൊരു മീൻ കറി വെച്ചാലോ? മഞ്ഞപ്പാര എന്ന് പറയുന്ന മീനാണ് ഞാനിന്ന് കറി വെക്കുന്നത്. അതിന് മീനെല്ലാം ഒന്ന് ഞുറുക്കി നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഇലയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണയാണ് ഞാൻ എല്ലാ കുക്കിങ്ങിനും ഉപയോഗിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴതിലേക്ക് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് എടുക്കണം. കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും ഉലുവായും എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വട്ടത്തിലരിഞ്ഞ് ആ ചെറിയ ഉള്ളി ഒന്ന് ഈ കടുക് പൊട്ടിച്ചതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികം അങ്ങ് ഫ്രൈ ഒന്നും ആകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാൻ മസാലയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയാൽ കളറ് മാറി ടേസ്റ്റും വ്യത്യാസം വരത്തില്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മസാലാസ് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയുടെ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കത്തില്ല. അപ്പോൾ നമുക്കത് കറക്റ്റ് പാകത്തിൽ നമുക്കത് മൂത്ത് കിട്ടുകയും ചെയ്യും. ചട്ടിയുടെ അടിയിലൊന്നും മസാലകൾ കരിഞ്ഞു പിടിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ മീനിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പുളി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ തോട്ടുപുളിയാണ് ആഡ് ചെയ്യുന്നത്. തോട്ടുപുളി എന്ന് പറഞ്ഞാൽ കുടംപുളി, ഞങ്ങൾ തോട്ടുപുളി എന്നും പറയും. അങ്ങനെ കുടംപുളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നുറുക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം എടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിക്കകത്തോട്ട് പറക്കിയിടാമേ. അങ്ങനെ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് പറക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഓരോ കഷ്ണങ്ങളും പറക്കി കറിക്കകത്തോട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ തന്നെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുവാണ്. അപ്പം ഒരു 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമുക്കതൊന്ന് തുറന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. അങ്ങനെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ആ ചാറെല്ലാം ഒന്ന് പറ്റിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ആ വെളിച്ചെണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ചാറൊക്കെ ഒന്ന് പറ്റിയിട്ട് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന ആ പരുവത്തിന് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മഞ്ഞപ്പാര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.